2025 ഏപ്രിൽ മാസം നമ്മെ സംബന്ധിച്ച് അതിപ്രാധാന്യമുള്ള ഒരു മാസമാണ്. കാരണം മറ്റൊന്നുമല്ല, 4 ഞായറാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമായ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ വലിയ പെരുന്നാൾ, ഹാശ ആഴ്ച ശുശ്രൂഷകളും ഓശാന പെരുന്നാളും ഉയർപ്പ് പെരുന്നാളും ഒക്കെ വരുന്നത് എന്നത് 2025 പ്രധാന പ്രത്യേകതയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയം മെത്രാസനത്തെ സംബന്ധിച്ച് ഏപ്രിൽ മാസം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ്. പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളാണല്ലോ കോട്ടയം മെത്രാസനത്തിൻ്റെ പ്രധാന പെരുന്നാളായിട്ട് നാം കൊണ്ടാടുന്നത്. 4-5 തീയതികളായി പരിശുദ്ധ പിതാവ് കബറടങ്ങിയിരിക്കുന്ന പാമ്പാടി ദേറായിൽ വലിയ ആഘോഷമായിട്ടാണ് നാം ആ പെരുന്നാൾ കൊണ്ടാടുന്നത്. 6-ാം തീയതി സമയോ ഞായറാഴ്ചയാണ്, കുരുടൻ്റെ ഞായറാഴ്ചയാണ്. അന്ന് തന്നെയാണ് സഭാദിനമായി, കാതോലിക്ക ദിനമായി സഭ കൊണ്ടാടുന്നത് എന്നും നിങ്ങൾക്കറിയാം. സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തെ നന്ദി പറയാനുള്ള അവസരമായിട്ട് സഭാദിനത്തെ നാം കൊണ്ടാടണം. 7-ാം തീയതി വലിയ മാർ ദിവനാസ്യോസ് പിതാവിൻ്റെ ഓർമ്മയും അതുപോലെ തന്നെ പുത്തൻകാവിൽ കബറടങ്ങിയിരിക്കുന്ന പിതാവിൻ്റെ ഓർമ്മ കൂടിയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 12-ാം തീയതിയാണ് ലാസറിൻ്റെ ശനിയാഴ്ച. അന്നേ ദിവസം തന്നെയാണ് ഞാലിയാവഴി മാർ ബസേലിയോസ് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന നമ്മുടെ പിതാവായ മാർ ഗീവർഗീസ് ഈവാനിയോസ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് 12-ാം തീയതി എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 13-ാം തീയതിയാണ് ഓശാന ദിവസം. ഓശാന ദിവസമാണ് ബാലബാലികാ ദിനമായി നാം പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നത്. 14-ാം തീയതി 2-ാം മാർത്തമ്മയുടെ ഓർമ്മയാണ്, ഹാശ തിങ്കളുമാണ്. വാദേ തൽമീന ശുശ്രൂഷ അന്ന് ഉള്ളതാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയുടെ 2-ാം കാമ കഴിഞ്ഞ് വാതിലിൻ്റെ ശുശ്രൂഷ എന്ന പേരിൽ ഒരു വലിയ ശുശ്രൂഷ നമ്മുടെ ചില ദേവാലയങ്ങളിലും നാം നടത്തി വരുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവിനോടൊപ്പം പറുദീസയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ച് അവനോടൊപ്പം മധ്യഭോജനം കഴിക്കുവാനുള്ള വാഞ്ചയിൽ നാം ആ വാദ്യതൽമുവിനെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു രീതി നമുക്കെല്ലാവർക്കും ഉണ്ട്. ഹാശ ചൊവ്വാഴ്ച, പിന്നെ ഹാശ ബുധനാഴ്ച. ഹാശ ബുധനാഴ്ച 16-ാം തീയതി വരുന്നത് അന്ന് 7-ാം മാർത്തമ്മയുടെ ഓർമ്മ ദിവസം കൂടിയാണ്. തീർച്ചയായും ഹാശ ആഴ്ചയിൽ വരുന്ന ഓർമ്മകളെല്ലാം ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് നാം നടത്തുന്നതെങ്കിലും ആ ദിവസം ആ പിതാക്കന്മാരുടെ ഓർമ്മയാണ് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 17-ാം തീയതി പെസഹായാണ്. അന്ന് തന്നെയാണ് പുത്തൻകാവിൽ കബറടങ്ങിയിരിക്കുന്ന കാതോലിക്ക രത്നദീപം എന്നറിയപ്പെടുന്ന പിതാവായ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം. 18-ാം തീയതി വലിയ വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മെ സംബന്ധിച്ച് എല്ലാ ദൈവമക്കളും ഒരുപോലെ ദേവാലയത്തിൽ പങ്കുചേരുന്ന വലിയൊരു ദിവസമാണ്. 19-ാം തീയതി അറിയിപ്പിൻ്റെ ശനിയാഴ്ചയാണ്. 20-ാം തീയതി ഉയർപ്പ് ദിവസമാണ്, കെംദാ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. 20-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച, ഏകദേശം 28 വരെ ഹേവോറോ ദിവസങ്ങളാണ്, വെളുത്ത ദിവസങ്ങളാണ്, ഉയർപ്പിൻ്റെ ദിവസങ്ങളായിട്ട് നാം കൊണ്ടാടുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. 21-ാം തീയതി യൂഹാനന്മാർ ഈവാനിയോസ്, ചെങ്ങന്നൂർ പഴയ സൂര്യാനിപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന യൂഹാനന്മാർ ഈവാനിയോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. 22-ാം തീയതി കടമ്പനാട് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന വിശുദ്ധ പിതാവെന്ന് വിളിക്കപ്പെടുന്ന 3-ാം മാർത്തോമ പിതാവിനെ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. 23-ാം തീയതിയാണ് ഗീവർഗീസാദയുടെ ഓർമ്മ ദിവസം. എന്നാൽ അന്ന് നമ്മെ സംബന്ധിച്ച് പെരുന്നാൾ ദിനങ്ങൾ ആരംഭിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഏപ്രിൽ 23 മുതൽ ഏകദേശം മെയ് 15 വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഗീവർഗീസാദയുടെ പെരുന്നാൾ സഭയുടെ പല ദേവാലയങ്ങളിലും ആചരിച്ചു വരുന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. 25-ാം തീയതി മൗദ്യാനന്മാരുടെ ഓർമ്മയാണ്. അതുപോലെ തന്നെ മാർ മർക്കോസ്, മാർ ലൂക്കോസ് ഏവങ്കേലിയോസ്മാരെയും നാം പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. അങ്കമാലി ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന 1-ാം മാർത്തോമ പിതാവിനെയും നാം പ്രത്യേകമായിട്ട് ആ ദിവസം ഓർക്കുന്നുണ്ട്. 27-ാം തീയതി വീണ്ടും നല്ല ഒരു ഞായറാഴ്ചയാണ്. നല്ല ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അത് പുതു ഞായറാഴ്ചയോട് ചേർന്ന് വരികയാണ്. മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ പിതാവിന് പുതു ഞായറാഴ്ച നമുക്ക് നല്ലപോലെ അറിയാം, മാർത്തോമാ ശ്ലീഹായുടെ സ്മരണ പുതുക്കുന്ന ദിവസമാണ്. കൂട്ടത്തിൽ ഈ വർഷം മാർ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് പിതാവിനെ വടക്കംപറമ്പിൽ കബറടങ്ങിയിരിക്കുന്ന 1665 കേരളത്തിലേക്ക് വന്ന്
മലങ്കര സഭയ്ക്ക് മാനം നൽകിയ പിതാവാണ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് പിതാവ്. നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. ആ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം കൂടിയാണ് 28-ാം തീയതി. സാബോർമാർ അഫ്രദ് എന്ന കദീശന്മാരെന്ന് വിളിക്കപ്പെടുന്ന കൊല്ലത്ത് ഉള്ളതായ പള്ളിയിലെ വലിയ പെരുന്നാൾ ദിവസം കൂടിയാണ് അത് എന്നൊരു കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. 2025 ഏപ്രിൽ മാസം അതിപ്രധാനമായത് കർത്താവിൻ്റെ ഹാശായും കർത്താവിൻ്റെ ഉത്ഥാനവുമാണ്. ഓശാന മുതൽ ഉത്ഥാനം വരെയുള്ള മനോഹരമായ ദിവസങ്ങൾ സഭാമക്കൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിട്ട് 2025 ഏപ്രിൽ മാസത്തെ കാണുക എന്ന് മാത്രം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.